നമസ്കാരം, ലൈവ് ടി ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്രം. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കത്ത് നൽകി. കേരളത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ടെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. ഓഗസ്റ്റിൽ വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. ഈ കത്തിന്റെ മറുപടിയിലാണ് എന്താടി ഇന്ന് രാവിലെ എന്താ ചെയ്യേണ്ടത്? എന്തൊരു വിക്സ് എന്തെങ്കിലും തടവി നോക്കിയാലോ ഇവിടെ? ഇവിടെ എന്താണ്? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങനെ പിടിച്ചിട്ട് കണ്ടിട്ട് തിരിച്ചു തരാം. ഇങ്ങനെ ഇല്ല, ഞാൻ പിടിച്ചിട്ട് തിരിച്ചു തരാം. മാറിക്കോളേ. ചൂടുവെള്ളം കൊണ്ടുതരോ? ചൂടുവെള്ളം ഇതെന്റെ ഐഡിയ അല്ലേ മോളെ? ഞാൻ നിനക്ക് വയറുവേദനയില്ലായിരുന്നു. ഈ ചൂടുവെള്ളം കൊണ്ടിരിപ്പിക്കൽ ഇത് മനസ്സിലാവണ്ടിട്ടാ. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പം അവിടെ വീർത്തിട്ടോ ഒന്നുമില്ല. ഞാൻ ഒന്ന് ഒഴിഞ്ഞ് വെച്ചെന്ന ആ തൈല എന്തേലും ഒന്ന് എടുത്തിട്ട് ഒന്ന് ഒഴിയാ വേണ. അപ്പൊ എനിക്ക് ഒരു സൂക്കടും ഇല്ല, ഒരു കേടും ഇല്ല. ആക്കാണ് വേണ്ട, ഒന്ന് പോകും. ഞാൻ വിക്സ് വെച്ച് തരാം. വെള്ളം കൊണ്ടു തരാൻ പറ്റുമെങ്കിൽ കൊടുന്നെങ്കിൽ പോ. ഏജാതി കള്ളത്തരാ നോക്ക്. എന്തായാലും ചെയ്തോട്. വെള്ളം ഇപ്പൊ കൊണ്ടുവരാ. ഇത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ട്ടാ. അപ്പോഴത്തിനെ വല്ല തൈലം കൊടുത്തിട്ട് തേച്ചിട്ടേ മാറ്റ. അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ പെടലി വേദനയായിട്ട് കുത്തിരിക്കേണ്ടി വരും. പിന്നെ ഞാൻ തന്നെ ഈ പണി മൊത്തം തീർക്കേണ്ടി വരും. കേക്കണ്ടാ? ഇതൊരു ഐഡിയ ആയി കണ്ടിരിക്കണം. നമുക്ക് മിഞ്ഞാന്ന് ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞുതരാം. ഇതൊരു ചെറിയ ചൂട് പോരെ? ഉണ്ടായിരിക്കും. ഇന്ന് ശരിക്കിരുന്ന് കുടിക്കും. ചെരിച്ചിരുന്നിട്ട് എങ്ങനെ കുടിക്കുക? അതൊക്കെ അവിടെ പോപ്പോ. പാത്രം സിങ്കിൽ ഇരിക്കുന്നുണ്ട്, ഒന്ന് കഴുകിട്ട് എന്റെ പൊന്നേ വയ്യ. ഇല്ലെങ്കിൽ അത് ഉണങ്ങി പിടിക്കും. എന്നാ കുടിച്ചൂട്, ശരിയാക്കാം. ഒരു 10-25 വയസ്സുള്ളപ്പോഴേ എൻ്റെ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ കല്യാണം കഴിക്കണില്ല, ഈ ബാധ്യത ഒന്നും വേണ്ടല്ലോ വെച്ചിട്ട് കല്യാണം കഴിക്കണില്ല വെച്ചിട്ട് കുറേ നടന്നു. അന്ന് അത് ചെയ്താൽ മതിയായിരുന്നു. ഇത് കഴിച്ചതാണ് ഇപ്പോൾ അബദ്ധമായത്. കഴിച്ചാൽ നമുക്കൊരു സഹായത്തിന് ഒരാളുണ്ടാവും എന്ന് വിചാരിക്കുക. അതിപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ അതിനെക്കാട്ടിയും പിടിച്ചതിനെക്കാട്ടിയും വലിയതാണ് മാളത്തിൽ എന്ന് പറഞ്ഞ മാതിരത്തെ സ്ഥിതി. അപ്പോൾ ഉണ്ടല്ലേ, പാത്രം കഴുകലും ഞാൻ തന്നെ, അലക്കലും ഞാൻ തന്നെ. ഇത് കൊണ്ടാരോ പറഞ്ഞ മാതിരി വേണ്ടിയിരുന്നില്ല. ഏട്ടാ എന്താണ് നീ? എനിക്കിപ്പോ ആ തിരക്കന്നെ. അത് നാളെ എടുക്കാൻ. നീ ഒന്നും കൂടി അവിടെ കിടന്ന് ഉണങ്ങിക്കോട്ടെ. പറ്റില്ല, മഴ പെയ്തിട്ട് ആകും നനയും. ഈ വേനൽക്കാലത്ത് ഇപ്പൊ ഇനി മഴ പെയ്യ. നിങ്ങളൊന്ന് പോയി എടുത്തോണ്ടിരുന്നു. ഒലക്കെടുക്കും ഞാൻ. എടുക്കലാ പണി. ഇനിയുണ്ട് പാത്രങ്ങൾ കഴുകാ അവിടെ. അപ്പൊ അതിലടക്കാൻ നമുക്ക് മറ്റേ ടെറസിന്റെ മുകളിൽ മറ്റേ എടുക്കല്. എടുത്തിട്ട് വരും. ഈ സ്റ്റെപ്പ് കയറിങ്ങണ്ട് വലിയൊരു ഇടങ്ങറാണ്.
ഇനി ഇതൊക്കെ മടക്കി വയ്ക്കാൻ പറയും അവിടെ കൊണ്ടച്ച. ഈ വല്ലാത്തൊരവസ്ഥ നോക്കണമുണ്ട്. ഇനി അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ്, അല്ലെങ്കിൽ ആ പെണ്ണിനൊരു ഇത് കൂടുതലാ. വല്ലാത്തൊരു കാര്യം. എന്ത് കാര്യത്തിനാണ്? വൈഡിയണേ വയ്യാന്ന് പറഞ്ഞിട്ടാണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പിന്നെ ഉള്ളവർ ചെയ്തോളുമല്ലോ. ആ പെണ്ണുങ്ങൾ നോക്കണ്ടായിരുന്നു അപ്പുറത്തുനിന്ന്. എന്നിട്ട് എനിക്കൊക്കെ അവിടെ അകത്ത് കയറി കുത്തിരുന്ന എന്താണ്? ആ അത് കഴിഞ്ഞിട്ടാ ഇനി പണിയൊന്നും പറയല്ലേ. ഞാൻ കുറച്ചു നേരം TV കണ്ടുകൊണ്ടിരിക്കട്ടെ കേട്ടാ. കുറച്ചേരം കഴിഞ്ഞിട്ട് വിറകൊക്കെ ഒന്ന് വെട്ടിയാ മതി. ആ ഞാൻ വിറക് കെട്ടാൻ നിൽക്കുകയാണ് നീ. പിന്നെ ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ വേദന? ഭയങ്കര വേദന. എന്താ ഇപ്പം ഇതിങ്ങനെ പറ്റും? നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ? ഡോക്ടറൊന്നും വേണ്ട. പിന്നെ ഇത് തന്നെ മാറുമോ? ആ മാറിക്കോളും. എപ്പോ? ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയാൽ മാറിക്കോളും. എന്തേലും ചെയ്യ്. നിങ്ങളാ തിരുമ്പ്. ഇവളിപ്പോ എന്തിനാ എനിക്ക് മെസ്സേജ് അയച്ചുള്ളത്? അപ്പൊ എന്റെ പെടലിയുടെ വേദന മാറിയാ? ഇപ്പൊ കഴുത്തും കണ്ട് തിരിഞ്ഞെങ്ങനെ? ഈ വെറുതെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യിപ്പിച്ചല്ലേ? അടിച്ചിട്ടുണ്ടല്ലോ പോത്ത്. ഇന്ന് മൊത്തം ഇവിടുത്തെ പണി ചെയ്തോളുണ്ട് കേട്ടാ. ആ അത് ശരി. മനുഷ്യൻ ആകെ വേർത്ത് കുളിച്ച് ഒരു ഒറ്റ വിടലാ വിട്ടിട്ടുണ്ടെങ്കിണ്ടല്ലോ.